പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. എംപിമാരുടെ സസ്പെൻഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കാനുള്ള നീക്കം അടുത്ത ഘട്ടത്തിൽ സജീവമാക്കാനാണ് ഭരണപക്ഷ തീരുമാനം. മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയാണ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, ഈ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം എന്താണെങ്കിലും സമ്പൂർണ്ണമായിട്ടും പ്രക്ഷുബ്ധമായിരുന്നു എന്ന് പറയാം. എപ്പോഴും വലിയ തോതിൽ തർക്കങ്ങളും വലിയ വിവാദങ്ങൾക്കുമൊക്കെ വഴിവെച്ചു. നരവനയുടെ പുസ്തകത്തിൻ്റെ ഏട്, അങ്ങനെ ഒരുപാട് തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന, ഓർമ്മിക്കപ്പെടുന്ന ഒരു ഘട്ടം. ഇനി ഈ രാഹുൽ ഗാന്ധി അയോഗ്യനാക്കാനുള്ള ശ്രമമൊക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ ഒരു സമ്മേളന ദിവസം പ്രതീക്ഷിക്കേണ്ടത്? പ്രക്ഷുബ്ധമായിരിക്കുമോ ഇന്നും? ഈ സഭാ സമ്മേളനത്തിൻ്റെ ആദ്യഘട്ടം പ്രക്ഷുബ്ധമായിരുന്നു. കാരണം ഈ സഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ വലിയ ആയുധങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി റദ്ദാക്കിയതടക്കമുള്ള വിഷയങ്ങളിലായിരുന്നു ആദ്യഘട്ടത്തിലെ പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ നന്ദി പ്രമേയ ചർച്ചയിലാണ് രാഹുൽ ഗാന്ധി നരവനയുടെ പുസ്തകം പരാമർശിച്ചത്. അതിനുശേഷം ഇങ്ങോട്ട് സഭയുടെ അന്തരീക്ഷം പ്രക്ഷുബ്ധമായിരുന്നു. കൂടുതൽ തവണ ലോക്സഭ പിന്നീട് സമ്മേളിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതിനുശേഷം പ്രതിപക്ഷ ഏറ്റുമുട്ടലിലേക്ക് അടക്കം കാര്യങ്ങൾ പോവുകയും പിന്നീട് എംപിമാർക്ക് സസ്പെൻഷനിലേക്ക് 7 എംപിമാരെ സസ്പെൻഡ് ചെയ്യുന്ന നിലയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോയി. അങ്ങനെ പ്രതിപക്ഷം സർക്കാരിന് മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതാണ് ഈ സഭാ സമ്മേളനത്തിൽ ആദ്യഘട്ടം കണ്ടതെങ്കിൽ അവസാന ദിവസങ്ങളിൽ സർക്കാരും ഭരണപക്ഷവും പ്രതിപക്ഷത്തിനും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ നീക്കം കടുപ്പിക്കുകയാണ്. ഇന്നലെയും സമാനമായ രീതിയിൽ വലിയ പ്രതിഷേധമാണ് നടന്നത്. പ്രത്യേകിച്ച് ഇൻഡോ-US വ്യാപാര കരാറിലായിരുന്നു ഇന്നലെ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം. സഭ സമ്മേളിച്ച ഉടൻ തന്നെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ഇതിനുശേഷമാണ് BJP MP നിഷികാന്ത് ദുബെ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കണം, അംഗത്വം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് സഭയിൽ നൽകിയത്. അതായത് രാഹുൽ ഗാന്ധി ഇന്ത്യ വിരുദ്ധരുടെ അടക്കം പണം കൈപ്പറ്റുന്നു, രാജ്യവിരുദ്ധ ശക്തികളുടെ പണം കൈപ്പറ്റുന്നു എന്ന ഗുരുതര ആരോപണമാണിപ്പോൾ നിഷികാന്ത് ദുബെ ഉന്നയിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്ന് സഭ അവസാനിക്കുകയാണ്. അപ്പോൾ ആ നോട്ടീസിന്മേലുള്ള തുടർ നടപടി സ്വാഭാവികമായും ഉണ്ടാകില്ല. പക്ഷേ BJP തീർച്ചയായും ഈ സഭാ സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം അടുത്ത മാസം ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ സജീവ ചർച്ചയാക്കാൻ തന്നെയായിരിക്കും തീരുമാനം എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സർക്കാരിൻ്റെ അറിവോടുകൂടി തന്നെയായിരിക്കും നിഷികാന്ത് ദുബെയുടെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു നീക്കം സ്വാഭാവികമായും ഉണ്ടായിട്ടുണ്ടാവുക. കാരണം രാഹുൽ ഗാന്ധി നരവനെ അടക്കമുള്ള പുസ്തകമടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ പ്രതിരോധം തീർത്തതും ഇതേ നിഷികാന്ത് ദുബെ തന്നെയായിരുന്നു. കാരണം നിഷികാന്ത് ദുബെയാണ് സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, ഒപ്പം തന്നെ നെഹ്റുവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെ തന്നെ സഭയിൽ കൊണ്ടുവരികയും അത് വായിക്കുകയും ഒക്കെ ചെയ്തത്. അത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു അന്ന്. അപ്പോൾ അതേ നിഷികാന്ത് ദുബെയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ നീക്കം ശക്തമാക്കിയിരുന്നത്. അതിൽ തന്നെ രാജ്യവിരുദ്ധ ശക്തികളിൽ നിന്നടക്കം പണം കൈപ്പറ്റുന്നു തുടങ്ങിയ ആരോപണങ്ങളുണ്ട്. അപ്പോൾ അക്കാര്യത്തിലൊക്കെ തന്നെ അന്വേഷണം വേണമെന്നൊരു ആവശ്യമാണ് ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്. ഏതായാലും ഇന്നും സഭ ബഹളമയം ആകാൻ തന്നെയാണ് സാധ്യത. സ്വാഭാവികമായും ഈ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിലെ പ്രതിഷേധം പ്രതിപക്ഷം തുടരും. അങ്ങനെയെങ്കിൽ ലോക്സഭ ഇന്ന് സമ്മേളിച്ച ഉടൻ തന്നെ പിരിയാൻ തന്നെയാണ് സാധ്യത. ഇന്നലെ വൈകിട്ട് രാഹുൽ ഗാന്ധി എംപിമാരുടെ യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സഭാ സമ്മേളനത്തിന്റെ ആദ്യഘട്ടത്തിൽ സർക്കാരിനുമേൽ പ്രതിപക്ഷത്തിന് ആധിപത്യമുണ്ട് എന്നാണ് എംപിമാരോട് രാഹുൽ ഗാന്ധി പറഞ്ഞത്. വിവിധ വിഷയങ്ങളിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിലടക്കം കർഷക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രതിപക്ഷം കർഷകർക്കൊപ്പം നിൽക്കണം. സ്വാഭാവികമായും ഈ കരാർ അമേരിക്കയ്ക്ക് കീഴടങ്ങുന്നതിന് തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളൊക്കെ തന്നെ ഈ സഭാ സമ്മേളനം അവസാന ദിവസവും ഉന്നയിക്കണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇതിനൊപ്പം തന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ട എംപിമാരുടെ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായതുപോലെ ഇന്നും തുടരാൻ തന്നെയാണ് സാധ്യത. എൽദോ. റൈറ്റ് രാജേഷ്, ഇനി അടുത്ത ഘട്ടം രണ്ടാം ഘട്ടം എന്നാണ് ആരംഭിക്കുക? മാത്രമല്ല ഈ സ്പീക്കർക്കെതിരായിട്ടുള്ള വിശ്വാസമുണ്ടല്ലോ, അപ്പോൾ ആ സാഹചര്യമൊക്കെ എങ്ങനെയാണ് ഇനി സർക്കാർ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? തീർച്ചയായും എൽദോ, ആദ്യഘട്ടത്തിൽ നമുക്ക് പ്രതിപക്ഷത്തിനൊരു ആധിപത്യമുണ്ട്. രാഹുൽ ഗാന്ധി പറയുന്ന പോലെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ആധിപത്യമുണ്ട് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് സ്പീക്കർക്കെതിരായ നീക്കമൊക്കെ തന്നെ ഇത്തവണ ഉണ്ടായതാണ്. സ്പീക്കർക്കെതിരെ അവിശ്വാസത്തിനൊക്കെ തന്നെ നോട്ടീസ് നൽകിയതാണ്. അത്തരം ഒരു പതിവ് നമുക്ക് കണ്ടുപരിചയമില്ലാത്തതാണ്. 2023 ഇതേ ഒമ്പറിലൊക്കെതിരെ തന്നെ ഒരു നീക്കം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ പോലും അന്ന് നോട്ടീസ് നൽകുന്ന നടപടിയിലേക്കൊന്നും തന്നെ കാര്യങ്ങൾ പോയിരുന്നില്ല. ഏതായാലും പ്രതിപക്ഷവും സ്പീക്കറും തമ്മിലുള്ളൊരു ഏറ്റുമുട്ടലിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോയി. പ്രത്യേകിച്ച് സ്പീക്കർ സർക്കാരിന് വേണ്ടി
നിലപാടെടുക്കുന്നു, സർക്കാരിന് വേണ്ടി ഒത്താശ ചെയ്യുന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന നിലയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോയി. ഏതായാലും രണ്ടാം ഘട്ടം അടുത്ത മാസം ആരംഭിക്കുമ്പോൾ ഏതാണ്ട് മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയാണ് പുതിയ ഷെഡ്യൂൾ, രണ്ടാം ഘട്ടത്തിൻ്റെ ഷെഡ്യൂൾ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ രണ്ടാം ഘട്ടത്തിലും വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ തന്നെ പോകാൻ തന്നെയാണ് സാധ്യത. പക്ഷേ രണ്ടാം ഘട്ടത്തിൽ തീർച്ചയായും രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു നീക്കം നടത്തിക്കൊണ്ട് നടത്തുക, അതിൻ്റെ ഭാഗമായി തന്നെ ആയിരിക്കണം നിഷികാന്ത് ദുബെ ആദ്യഘട്ടത്തിൽ ഈ അവസാന നിമിഷം ഇത്തരത്തിൽ നോട്ടീസ് നൽകിയതെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാവിനെ പ്രതിരോധത്തിലാക്കുക എന്ന നീക്കമായിരിക്കും സർക്കാർ ഏതായാലും ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കാരണം രാഹുൽ ഗാന്ധിക്ക് നേരത്തെ ഒരു അയോഗ്യത ലോക്സഭയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. അന്ന് കർണാടകയിലെ കോലാറിലെ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട കേസായിരുന്നു. അതൊരു BJP നേതാവ് നൽകിയ പരാതി തന്നെയായിരുന്നു അതിന് കാരണമെങ്കിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു നോട്ടീസ് സഭയ്ക്കകത്ത് തന്നെ നൽകിയിരിക്കുകയാണ് നിഷികാന്ത് ദുബെ. അങ്ങനെ ഒരു നീക്കം ഏതായാലും സർക്കാരിൻ്റെ ഭാഗത്ത് നടക്കുമ്പോൾ സ്വാഭാവികമായും അടുത്ത ഘട്ടത്തിൽ തീർച്ചയായും ഉറപ്പിച്ച് പറയാം പ്രതിപക്ഷവും സർക്കാരും തമ്മിലൊരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകും. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. തുടരുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. കർണാടകയിൽ മുഖ്യമന്ത്രി മാറ്റം തൽക്കാലം ഉണ്ടായേക്കില്ല. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കർണാടകയിൽ അസ്ഥിരത ഉണ്ടാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.